രാജാധിരാജായ പ്രസഹ്യ സാഹിനേ നമോ വയം. Sri M.A. Rahim, Sri Adam Job, മനസ്സ് നിറയെ പ്രാർത്ഥനകളോടെ നിറഞ്ഞ കൈയടികളോടെ നമുക്ക് എല്ലാവർക്കും ഈ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കണം. Here we go. നല്ലൊരു കൈയടിയാവാം. We are movie house producer ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ is Dr. Bennett. നമസ്കാരം. ആദ്യം നല്ലൊരു ഐഡിയ ആണ് എന്താണ്. അതെ, ഇന്ന് നല്ലൊരു ദിവസമാണ്. വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അത് വേറൊന്നുമല്ല, ഇന്ന് നല്ല ദിവസമാണെന്ന് പറയാൻ കാര്യം, ഇന്ന് വേറൊരു പടത്തിൻ്റെ പൂജ ഇന്ന് വൈകിട്ട് IMA ഹാളിൽ നടക്കുന്നുണ്ട്. ഞാൻ ഹീറോ ആയിട്ടുള്ള പടത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അന്വേഷിച്ച് ഇതിൻ്റെ ഒരു സമയമൊക്കെ നോക്കിയപ്പോൾ ഇന്ന് വളരെ നല്ല ദിവസമാണ്, ഒരു സിനിമ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഗംഭീര സിനിമ ആവട്ടെ. ആദ്യം നന്ദി പറയേണ്ടത് ഞാൻ വിളിച്ച ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ധർമ്മജൻ, അതുപോലെ തന്നെ ശിഷ്യനും മലയാള സിനിമയിലെ അഭിവാച്യ ഘടകമായ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർക്ക് ബിപിൻ ജോർജ്, ഞാൻ ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ശ്രീ അനൂപ് ജോൺ അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എൻ്റെ ഡയറക്ടറായ TS സാബുവും പ്രൊഡ്യൂസർ വിനോദ് വാസുദേവനും. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചുണ്ട്. ഇത് വളരെ രസകരമായ ഒരു ത്രില്ലർ ഫിലിമാണ്. ആദ്യമേ എല്ലാവർക്കും നന്ദി. ഞാൻ ഇങ്ങനൊരു വേദിയിൽ ഒന്ന് നിൽക്കാൻ എനിക്ക് അവസരം തന്ന സാബു സാറിനും വിനോദ് സാറിനും എത്ര പറഞ്ഞാലും മതിവരില്ല. അവരുമായി കണ്ടുമുട്ടിയ ഒരു രംഗം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, കാസർഗോഡ് സ്വർഗ എന്ന ഒരു ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് കാസർഗോഡ് എത്തുകയും ഏകദേശം 4-5 മാസം അവർ കാസർഗോഡ് തങ്ങുകയും പരപ്പ എന്ന ഗ്രാമത്തിൽ ഞങ്ങളൊരു ക്യാമ്പ് പോലെ ഒരു കുടുംബം പോലെ ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഞങ്ങളൊരു ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിൻ്റെ കഥ പറയുകയും ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. VR മൂവീസിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഏറ്റവും പ്രിയപ്പെട്ടവരായ ബന്ധുക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ അഭിനയിക്കാൻ ഉള്ള ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ നമസ്കാരം. രാവിലെ ഞാനൊരു അമ്പലത്തിൽ വന്നതാണോ സിനിമയുടെ പൂജയ്ക്ക് വന്നതാണോ എന്ന് അറിയില്ലാത്തൊരു ഇതായിരുന്നു. 1-2 കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് സിനിമയെ പ്രണയിക്കുകയും മോഹിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. ഒരു പ്രശസ്തിക്ക് വേണ്ടി എനിക്ക് സിനിമ ചെയ്യേണ്ട, കാരണം ബിഗ് ബോസിലൂടെ തന്നെ ലോക മലയാളികൾ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ചാരിറ്റിയാണ് ലൈഫ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്.